വ്യക്തിപരമായ പ്രാർത്ഥനയിൽ മുന്നേറുന്നതിനോടൊപ്പം അനിവാര്യമായ കാര്യമാണ് തിരുവചനം ധ്യാനിക്കുക എന്നുള്ളത്. എങ്ങനെയാണ് തിരുവചന ധ്യാനം ഫലപ്രദമായി ചെയ്യുവാനായിട്ട് കഴിയുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് ഒരുപാട് പ്രിയപ്പെട്ടവർ മെസ്സേജ് അയച്ചിരുന്നു. അവർക്ക് വേണ്ടി ഒന്നാമത്തെ ഭാഗം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ തിരുവചന ധ്യാനത്തിൻ്റെ പ്രാധാന്യം എന്താണെന്ന് ഞാൻ വിശദീകരിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ എങ്ങനെയാണ് ഫലപ്രദമായി തിരുവചനം ധ്യാനിക്കേണ്ടുന്നത് എന്നുള്ളത് 7 കാര്യങ്ങളിലൂടെ മനസ്സിലാക്കി തരുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഈ വീഡിയോ മുഴുവനും നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. അന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്ന ഒരു കാര്യങ്ങൾ ഓർമ്മയ്ക്ക് വേണ്ടി ചില വാക്കുകൾക്കുള്ളിൽ പറയുക. യോബിൻ്റെ വാക്കുകളൊന്ന് ഓർക്കുന്നത് നല്ലതാണ്. ഞാൻ നിന്റെ വചനത്തെ എൻ്റെ ആഹാരത്തെക്കാൾ സൂക്ഷിച്ചിരിക്കുന്നു. 23:12. ദൈവ വചനം ധ്യാനിക്കുക എന്നുള്ള ഒരു പദമാണ് നല്ലത്. വചനം വായിക്കുക എന്നുള്ളതിനേക്കാൾ വചനം ധ്യാനിക്കുക, മെഡിറ്റേഷൻ. കാരണം വേദപുസ്തകം എന്നുള്ളത് മനുഷ്യൻ ദൈവത്തെ കണ്ടെത്താനായിട്ടുള്ള ശ്രമത്തിൽ നിന്ന് എഴുതി ചേർത്തതല്ല, മറിച്ച് ദൈവം തന്നെ മനുഷ്യന് വെളിപ്പെടുത്തി കൊടുത്തതാണ്. അതുകൊണ്ട് തന്നെ ഇതിനൊരു ശക്തിയുണ്ട്, ഇതിനൊരു ജീവനുണ്ട്, അതിനെ ധ്യാനിക്കേണ്ടുന്ന വഴികളുണ്ട്. 7 കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോവുകയാണ്. അതിൽ ഒന്ന് നമ്മുടെ മനസ്സിനെ ശാന്തമാക്കുക എന്നുള്ളതാണ്. ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞതുപോലെ പ്രാർത്ഥനയും വചനധ്യാനവും ഒന്നിച്ചു കൊണ്ടുപോകേണ്ടുന്നതാണ്. 119 സങ്കീർത്തനത്തിന്റെ 147, 148 വാക്യങ്ങളിൽ എഴുതിയിരിക്കുന്നത്, ഞാൻ ഉദയത്തിന് മുമ്പ് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നു, തിരുവചനത്തിൽ പ്രത്യാശ വെക്കുന്നു. തിരുവചനത്തെ ധ്യാനിക്കേണ്ടതിന് എൻ്റെ കണ്ണ് ഈ യാമങ്ങളെ നോക്കിയിരിക്കുന്നു. അപ്പൊ ശരിക്കും പറഞ്ഞാൽ പ്രാർത്ഥനയും ദൈവവചന ധ്യാനവും ഒന്നിച്ചു കൊണ്ടുപോകേണ്ടതാണ്, സമാസമം കൊണ്ടുപോകേണ്ടുന്നതാണ്. ചിലർ ഒരുപാട് പ്രാർത്ഥിക്കും, വളരെ കുറച്ച് ദൈവവചനം വായിക്കത്തുള്ളൂ. ചിലർ ദൈവവചനം വായിക്കും, പ്രാർത്ഥന കുറവാണ്. ഇത് രണ്ടും ബാലൻസ്ഡ് ആയിട്ട് നമ്മൾ കൊണ്ടുപോകേണ്ടത് അനിവാര്യമായിട്ടാണ് ഉള്ള ഒരു കാര്യമാണ്. അപ്പം നമ്മൾ പ്രാർത്ഥനയിൽ നമ്മൾ തിരുവചന ധ്യാനത്തിന് സമയം എടുക്കുന്നത് കൊണ്ട് നമുക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒന്നാമത്തെ കാര്യം നമ്മുടെ മനസ്സിനെ ഒരുക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ മനസ്സിനെ ശാന്തമാക്കുക എന്നുള്ളതാണ്. ദാവീദിന്റെ പ്രാർത്ഥനകളിലൊക്കെ നമുക്ക് കാണാം, എൻ്റെ മനസ്സ് നിന്നിലേക്ക് ഉയർത്തുന്നു എന്നൊക്കെ ഉള്ളത്. നമ്മുടെ മനസ്സൊന്ന് ഏകാഗ്രമാക്കുക. ഏകാഗ്രതയിൽ നിന്ന് നമ്മളെ അകറ്റിക്കളയുന്ന എന്തെങ്കിലും സാഹചര്യങ്ങൾ നമ്മുടെ വചനധ്യാനത്തിന്റെ സമയത്തുണ്ടെങ്കിൽ കർശനമായിട്ട് ഒഴിവാക്കുക. മൊബൈൽ ഫോൺ, ഒരുപാട് ശബ്ദങ്ങൾ, ഡിസ്റ്റർബ് ചെയ്യുന്ന ആൾക്കാർ, ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളെ തീർത്തും നമ്മൾ ഒഴിവാക്കി ദൈവസന്നിധിയിലാണ് ഇരിക്കുന്നത്, ജീവനുള്ള ദൈവത്തിന്റെ വചനമാണ് വായിക്കുന്നത് എന്നുള്ള ബഹുമാനത്തോടെ ആദരവോടെ ഇരിക്കുക. ഒരു കൃഷിക്കാരൻ ഭൂമിയെ ഒരുക്കുന്നത് പോലെ നമ്മുടെ മനസ്സിനെ ഒരുക്കുക. അനാവശ്യമായ ചിന്തകൾ പുറത്താക്കുക. പരിശുദ്ധാത്മാവിനോട് അല്ലെങ്കിൽ ദൈവത്തോട് നമ്മൾ ആവശ്യപ്പെടുക, എൻ്റെ മനസ്സും ഹൃദയവും ഒന്നൊരുക്കി തരണമേ, ഞാൻ കുറച്ചു നേരം അങ്ങയുടെ വചനം ചിന്തിക്കാനായിട്ട് പോകുന്നു എന്നുള്ള ശാന്തമായ ഒരു ഒരുക്കമാണ് ഒന്നാമത്തേത്. അപ്പോൾ നമ്പർ 1 ഒരുക്കമാണ്. രണ്ടാമത്തേത് അപേക്ഷയാണ്. 119 സങ്കീർത്തനത്തിന്റെ 18 വാക്യമല്ലേ, തിരുവചനത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എൻ്റെ കണ്ണുകളെ തുറക്കണമേ. ദൈവത്തോട് അപേക്ഷിക്കുകയാണ്, കർത്താവേ വചനത്തിലൂടെ എന്നോട് സംസാരിക്കണമേ, എന്നോട് ഇടപെടണമേ എന്നുള്ള ഒരു ചെറിയ പ്രാർത്ഥനയോടുകൂടി നമുക്കത് ആരംഭിക്കാനായിട്ട് പറ്റും. അപ്പോൾ 1 മനസ്സൊരുക്കം, 2 അപേക്ഷയാണ്. ദൈവത്തോട് അപേക്ഷിക്കുകയാണ്, എന്നോട് സംസാരിക്കണമേ, എന്നോട് ഈ വേദഭാഗത്തിലൂടെ ഇടപെടണമേ എന്നുള്ളത്. മൂന്നാമത്തേത് വായനയാണ്. പുതുതായിട്ട് വായിച്ചു തുടങ്ങുന്നവരാണെങ്കിൽ സങ്കീർത്തനങ്ങളൊക്കെ ആയിരിക്കും ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ദീർഘകാലമായിട്ട് ഇത് ചെയ്തു വരുന്നവരാണെങ്കിൽ ലേഖനങ്ങളോ മറ്റുള്ള ഭാഗങ്ങളോ ധ്യാനിക്കുക. ഒരുപാട് ഭാഗങ്ങൾ വേണ്ട, ഒരു 8 വാക്യം 10 വാക്യം എടുക്കുക, ആ വാക്യം വായിക്കുക, 1 or 2 ആവർത്തി ആ ഭാഗം വായിക്കുക എന്നുള്ളതാണ്. ഇത് ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞതുപോലെ ഇത് ചിട്ടയായ ശിക്ഷണത്തോടുകൂടിയ ഒരു ശിക്ഷണമാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുവരെ ജീവിതത്തിൽ ശീലമല്ലാത്തൊരു കാര്യത്തെ നമ്മൾ ശീലമാക്കുമ്പോൾ ഇത് നിത്യജീവിതത്തിൽ നമ്മൾ തുടർന്നു പോകേണ്ടുന്ന ഒരു കാര്യമാണ്, ഡെയിലിയാണ്. അപ്പം ഇന്ന് നമ്മൾ ഒരു 10 വാക്യം വായിച്ചാൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ ചിലപ്പോൾ ഒരു അധ്യായം നമുക്ക് വായിക്കാം. പിന്നെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി പരിശുദ്ധാത്മാവ് നമ്മളെ നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നത് നമുക്ക് മനസ്സിലാകും. ഇത് ഞാൻ പ്രാരംഭ ബിഗിനേഴ്സിന് വേണ്ടിയുള്ള ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ 8-10 വാക്യങ്ങൾ വായിക്കുക. അടുത്തത് 4-മത്തേത് വായിച്ചതിനെ കുറിച്ച് ചിന്തിക്കുക എന്നുള്ളതാണ്. നമ്മൾ വായിച്ചു കഴിയുമ്പോൾ അതിൽ നിന്ന് നമ്മൾ വേണമെങ്കിൽ നമ്മളോട് തന്നെ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുക. എന്താണ് ഇതിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്നത്? എനിക്ക് ഇതിൽ നിന്ന് എന്താണ് കിട്ടുന്നത്? ദൈവത്തെ സ്തുതിക്കാൻ എന്തെങ്കിലും ഒരു കാര്യം ഇതിൻ്റെ അകത്തുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുക.
നമ്മുടെ അന്തരാത്മാവിൽ അല്ലെങ്കിൽ മനസ്സിൽ നമ്മൾ ചിന്തിക്കുക. നാലാമത്തേത്. അഞ്ചാമത്തേത് എന്ന് പറയുന്നത് രേഖപ്പെടുത്തുക. ഒരു പേനായോ ഒരു പേപ്പറോ ഒരു ഡയറിയോ ഉണ്ടെങ്കിൽ നമ്മൾ ഈ ചിന്തിച്ച കാര്യങ്ങൾ രേഖപ്പെടുത്തുക എന്നുള്ളതാണ്. മനസ്സിലായോ? നമ്മൾ ചിന്തിച്ചത് രേഖപ്പെടുത്തുക എന്നുള്ളതാണ്. ദൈവത്തിന് സ്തോത്രം. നമ്മൾ ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ നമുക്കതിൽ നിന്ന് വചന ചിന്തകൾ വരും. ഞാൻ കുറച്ച് നാളുകളായിട്ട് ഈ ആത്മീക സന്ദേശങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ. ഒത്തിരി പ്രിയപ്പെട്ടവര് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, ദൈവദാസനെ, ദൈവം ഞങ്ങളോട് സംസാരിച്ചു, താങ്കളുടെ വചന ശുശ്രൂഷ ഞങ്ങൾക്ക് ആത്മീക വർധനവിന് കാരണമായി തീർന്നു, ദൈവം സംസാരിക്കുന്നത് പോലെ തോന്നുന്നു. ഞാൻ സത്യസന്ധമായിട്ട് നിങ്ങളോട് പറയുന്നു, ദൈവസന്നിധിയിൽ ഇരിക്കുന്ന സമയങ്ങൾ നമ്മൾ വചനം വായിച്ച് ചിന്തിക്കുമ്പോൾ പുതിയ ആശയങ്ങൾ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകും. ദൈവം നമ്മളോട് സംസാരിക്കാൻ തുടങ്ങും. ഇത് ഒരു അനുഭവമാണ്. ഞാൻ അതാണ് പറഞ്ഞത്, വചനത്തിന് മാത്രമുള്ള ഒരു യുണീക്നെസ് ആണിത്. മറ്റൊന്നിനും അവകാശപ്പെടാൻ പറ്റാത്തതാണ്. കാരണം അതുകൊണ്ടാണ് വചനം ധ്യാനിക്കുക എന്ന് പറയുന്നത്. ഈ വചനം, നമ്മൾ വചനം വായിക്കുമ്പോൾ ഈ വചനം നമ്മളോട് സംസാരിക്കാനായിട്ട് തുടങ്ങും. അപ്പം അതാണ് നാലാമത്തേത്, ചിന്തിക്കുക. അഞ്ചാമത്തേത് രേഖപ്പെടുത്തുക എന്നുള്ളത്. ഞാനിവിടെയോ പറഞ്ഞു കേട്ടതുപോലെ, എഴുത്തുകാരൻ തൊട്ടടുത്ത് വന്ന് നിൽക്കുന്ന ഒരു പുസ്തകമുണ്ടെങ്കിൽ അത് വിശുദ്ധ വേദപുസ്തകം മാത്രമേ ഉള്ളൂ. നമ്മൾ വായിക്കുമ്പോൾ എഴുത്തുകാരൻ തൊട്ടടുത്തുണ്ട്. കാരണം പരിശുദ്ധാത്മ പ്രേരിതമായി എഴുതിയ ഒരു പുസ്തകമായതുകൊണ്ട് തന്നെ പരിശുദ്ധാത്മാവ് നമുക്കിത് തെളിയിച്ച് തരും എന്നുള്ളതാണ്. അടുത്തത്, ഈ നമുക്കറിയാമല്ലോ, എമ്മവൂസിലേക്ക്, യെരുശലേമിൽ നിന്ന് എമ്മവൂസിലേക്ക് പോയ ശിഷ്യന്മാർ പറഞ്ഞ അവരുടെ വാക്കുകൾ ഇത്തരണത്തിൽ ചിന്തിക്കുന്നത് നല്ലതാണ്. നമ്മൾ തിരുവചനത്തെ കേട്ടുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ ഉള്ളം കത്തിക്കൊണ്ടിരുന്നു എന്നുള്ളതാണ്. അപ്പം ഈ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അകത്തൊരു കത്തലുണ്ടാകും. അപ്പം ദൈവവചനം നമ്മിലേക്ക് ക്രിയ ചെയ്യാനായിട്ട് തുടങ്ങുന്ന ആ ഒരു സമയമാണ്, അല്ലെ? അത്യന്തമായ ഒരു ശക്തിയാണ്. അല്ലെങ്കിൽ എന്താ പറയുന്നത്, മറ്റൊന്നിനും അവകാശപ്പെടാൻ പറ്റാത്ത ഒരു വലിയ, ദൈവത്തിന് സ്തോത്രം, അത്ര പവർഫുൾ ആണ് വേർഡ് ഓഫ് ഗോഡ് എന്ന് പറയുന്ന ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത്. അഞ്ചാമത്തേത് രേഖപ്പെടുത്തുക എന്നുള്ളതാണ്. അടുത്തത്, ആറാമത്തേത് പ്രതികരിക്കുക എന്നുള്ളതാണ്. പ്രതികരിക്കുക, റിഫ്ലക്റ്റ് ചെയ്യുക, പ്രതികരിക്കുക എന്നുള്ളതാണ്. അപ്പം എന്താണ് ഈ പ്രതികരണം എന്ന് പറയുന്നത്? ഞാൻ പറഞ്ഞു, വായിച്ചു, ചിന്തിച്ചു, രേഖപ്പെടുത്തിയതിന് ശേഷം ഈ വചനഭാഗങ്ങൾ ഹൃദയാന്തർഭാഗത്തിൽ ഉരുവിട്ടുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് ആരംഭിക്കുകയാണ്, ഇല്ലേ? ഇപ്പോൾ ഞാൻ നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. അപ്പൊ നമ്മൾ അതിൽ നിന്ന് വിശ്വസിക്കുകയാണ്, കർത്താവിന്റെ രോഗം സൗഖ്യമാക്കുവാൻ ശക്തനായ ദൈവമാണ്. ഈ ഭാഗം നമ്മൾ ചിന്തിച്ചുകൊണ്ട്, ദൈവമേ, ഈ വചനം ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് ആ വചനത്തിൻ്റെ അകത്ത് നമ്മൾ പ്രതികരിക്കാനായിട്ട് തുടങ്ങുമ്പോൾ ആ വചനം ഒരു ശക്തിയായി മാറി നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് പ്രവർത്തിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ ആറാമത്തേത് പ്രതികരിക്കുക എന്നുള്ളതാണ്. പ്രാർത്ഥനയും അതിനോട് ചേർത്ത് കൊണ്ടുപോകാം. എന്ന് പറഞ്ഞാൽ രേഖപ്പെടുത്തിയതിനു ശേഷം നമ്മുടെ പ്രാർത്ഥന പ്രതികരണം ഇത് ഒരുപോലെ തന്നെയാണ്. അടുത്തത്, ഏഴാമത്തേത്, നമ്മൾ ഒരു ദിവസം മുഴുവനും തുടർന്ന് പോകേണ്ടുന്ന ഒരു കാര്യമാണ് ഓർക്കുക എന്നുള്ളത്. ഓർക്കുക. എന്താണ് ഓർക്കുക എന്ന് പറയുന്നത്? ഞാൻ അതാണ് പറഞ്ഞത്, ദൈവവചനം ധ്യാനിച്ച് കഴിയുമ്പോൾ, നമ്മുടെ ഉള്ളിലേക്ക് അത് കയറി കഴിയുമ്പോൾ നമ്മൾ അത് ഓർക്കണം. എന്ന് പറഞ്ഞാൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ, നമ്മൾ ദൈനംദിന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ നമ്മളതിനെ ഓർക്കണം, ഇല്ലേ? അതുകൊണ്ടാണ് യോശുവയോട് യഹോവയാം ദൈവം പറഞ്ഞത്, എൻ്റെ വചനം രാവും പകലും നിന്റെ ധ്യാനമായിരിക്കണം, എങ്കിൽ നീ കൃതാർത്ഥനാകും, നിന്റെ പ്രവൃത്തി സാധിക്കും. അപ്പൊ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം സാധിച്ചു വരണമെങ്കിൽ വചനത്തെ ഹൃദയത്തിൻ്റെ അകത്ത് നമ്മൾ ഓർത്തുകൊണ്ടിരിക്കണം. റിമെമ്പർ, ഓർക്കുക എന്നുള്ളൊരു പദമാണ്. എപ്പോഴാണ് ഓർക്കേണ്ടുന്നത്? നമ്മൾ സദാസമയവും ദൈവവചനം ഓർക്കുമ്പോൾ നമ്മുടെ അകത്ത് ഒരു വലിയ ദൈവിക സമാധാനം നിറഞ്ഞു വരുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഹൃദയത്തിൽ സംഗ്രഹിക്കുക എന്നുള്ളതും ഇതിനോട് വേണമെങ്കിൽ ചേർത്ത് നമുക്ക് പറയാം. ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനത്തെ എൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിച്ചിരിക്കുന്നു എന്നുള്ളത് ദിവസം തോറും നമ്മൾ ചെയ്യേണ്ടുന്നൊരു കാര്യമാണ്. ഈ 7 കാര്യങ്ങൾ ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്. അതിനോട് ചേർത്ത് ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഇത് ഒരു ശിക്ഷണമാണ്, ആത്മീക ശിക്ഷണമാണ്. ഈ ആത്മീക ജീവിതം എന്ന് പറയുന്നത് അച്ചടക്കമുള്ള ഒരു ജീവിതമാണ്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞതുപോലെ നമ്മുടെ ഓരോ പ്രഭാതവും ഒരു 15-20 മിനിറ്റ് കർത്താവിനോടുകൂടി ഇത്തരത്തിൽ വചനം ധ്യാനിച്ച് പ്രാർത്ഥിച്ച് ആരംഭിക്കുന്നത് നല്ലതാണ്. അതിൻ്റെ വ്യത്യാസം നമ്മുടെ ജീവിതത്തിൽ കാണും. പിന്നീട് നമ്മൾ ഇതിനെ വർദ്ധിപ്പിക്കുകയാണ്. 1/2 മണിക്കൂർ എന്നുള്ളത് 1 മണിക്കൂറോ 1.5 മണിക്കൂറോ 2 മണിക്കൂറോ ഒക്കെ ആയിട്ട് നമുക്കത്
ചെയ്യാനായിട്ട് പറ്റും. അതൊരു ഒരു ഒരു ചിട്ടയുടെ ഭാഗമാണ്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ നമ്മൾ പോകുമ്പോൾ ദൈവം നമ്മളെ ഉപയോഗിക്കുന്നതും നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുന്നതും നമുക്ക് കാണാനായിട്ട് പറ്റും. അതുകൊണ്ട് പ്ലീസ് ദയവായിട്ട് ശ്രദ്ധിക്കുക. പ്രാർത്ഥനയും ദൈവവചന ധ്യാനവും ഒരുമിച്ച് കൊണ്ടുപോകണം. ഈ ഒരുപാട് പ്രാർത്ഥനകൾ മാത്രം നമ്മൾ പോയി വചനത്തിന്റെ ധ്യാനം ഇല്ലെങ്കിൽ നമ്മൾ തെറ്റിപ്പോകാൻ സാധ്യതകളുണ്ട്. അപ്പം നിങ്ങൾ ചോദിക്കും, പ്രാർത്ഥിക്കുന്നവൻ എന്തുകൊണ്ട് തെറ്റുന്നു? കാരണമുണ്ട്. പിശാച് നമ്മളെ വഴിതെറ്റിക്കാൻ സാധ്യതകളുണ്ട്. കാരണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ ചിലർ പറയത്തില്ലേ, ഈ ഭയങ്കരമായ ഒരു ആത്മീയതയിലേക്ക് പോയിട്ടുള്ളവർ ഭയങ്കരമായിട്ട് വീണു പോകുന്നു. വീണു പോകാൻ കാരണം എന്താ? അവർക്ക് ചിലർക്ക് പ്രാർത്ഥനയുണ്ട്, ഉപവാസമുണ്ട്, ദൈവവചന ധ്യാനമില്ല. അപ്പം ഇത് രണ്ടും ബാലൻസ്ഡ് ആയിട്ട് കൊണ്ടുപോകണം. എങ്കിൽ മാത്രമേ നമുക്കൊരു ആത്മീക വളർച്ച ഉണ്ടാകത്തുള്ളൂ. 7 കാര്യങ്ങൾ ഒരിക്കൽ കൂടി പറയുന്നു. മനസ്സിനെ ശാന്തമാക്കുക, ഒരുക്കുക. 2, ദൈവത്തോട് അപേക്ഷിക്കുക. 3, വായിക്കുക. 4, ചിന്തിക്കുക. 5, രേഖപ്പെടുത്തുക. 6, പ്രതികരിക്കുക. 7, ഓർക്കുക. ദൈവം നമ്മളെ സഹായിക്കട്ടെ. വീണ്ടും കർത്താവ് നമുക്ക് അവസരം നൽകി തരുന്നത് പോലെ പുതിയ സന്ദേശവുമായിട്ട് നമുക്ക് ഒരുമിച്ച് കാണാം. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രിയ കർത്താവെ, ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് ഞങ്ങളുടെ കണ്ണ് തുറക്കണമേ. ഞങ്ങളുടെ വചനം ജീവനും ചൈതന്യവുമുള്ളതാണ്. ഇരുവായ്ത്തലയുള്ള വാളിനേക്കാൾ മൂർച്ചയേറിയതാണ്. കർത്താവെ, അങ്ങയുടെ വചനത്തിൻ്റെ അകത്ത് ജീവനുണ്ടെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് ഞങ്ങളോട് ഹൃദ്യമായിട്ട് ഇടപെട്ട് ഏതാത്മാവിനാൽ എഴുതിയോ അതേ ആത്മാവിനാൽ തന്നെ ഞങ്ങൾക്ക് കർത്താവെ വ്യാഖ്യാനിച്ച് നൽകി ഞങ്ങൾ കർത്താവുമായിട്ടുള്ള ആഴമായ ബന്ധത്തിൽ, കൂട്ടായ്മയിൽ ജീവിച്ച് വിജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം നയിപ്പാൻ ഞങ്ങൾക്ക് കൃപ നൽകണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.